യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് എപ്രകാരമാണ് നയിക്കുന്നതെന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞല്ലോ. സാധാരണയായിട്ട് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് പലപ്പോഴും ആഴങ്ങളിലേക്ക് കടന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയാറില്ല. അതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എവിടേക്കൊക്കെയാണ് നയിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അറിയുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതായ വിധങ്ങളെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മെ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. മറിച്ച് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നയിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നതായ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലുവാനാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലേക്കാണ് എന്നുള്ളത്, ദൈവസ്നേഹത്തിലേക്കാണുള്ളത്. അതിൽ നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യമായിരുന്നല്ലോ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം തുടങ്ങിയതായ ഫലങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ടതായ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതായ ഫലമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മളിൽ ഉളവാകുന്നതായ ഫലമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹം എന്ന് പറയുന്നത് ദൈവം എന്നോടുള്ള സ്നേഹം മാത്രമല്ല, എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം എന്ന് മാത്രമല്ല, എനിക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഇന്ന് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ സെൽഫ്ലെസ് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് സ്വയരാഹിത്യം ഉള്ളവരായിരിക്കണം. നമ്മൾ നമ്മെക്കുറിച്ച് വളരെ കുറച്ച് ചിന്തിക്കുന്നവർ ആയി തീരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മൾ അതേഴ്സ് സെൻറ്റേർഡ് ആയിട്ട് മാറണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അവരെ സ്നേഹിക്കുന്നവരുമായി തീരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് അനേക ദൈവമക്കളുടെ ജീവിതത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായൊരു വ്യക്തി ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിലേക്ക് പോയ മിഷണറി. അദ്ദേഹം വളരെ സമാധാനത്തോടുകൂടെ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം തൻ്റെ ചെറിയൊരു ജോലി ചെയ്ത് വരുമാനമൊക്കെ നേടി കുടുംബത്തെ പുലർത്തി പൊയ്ക്കൊണ്ടിരുന്നതായ ഒരു മനുഷ്യനാണ്. പക്ഷേ ആഫ്രിക്കയെക്കുറിച്ച് താൻ കേട്ടപ്പോൾ അവിടെയുള്ള ആളുകൾ ഒരു സാധാരണ ജീവിതമല്ല നയിക്കുന്നതെന്നും അവിടെയുള്ള ആളുകൾ നരഭോജികളാണ് എന്നുള്ളതായി ചിന്ത, അതേ അവർ മനുഷ്യരാണെന്നുള്ള ചിന്ത ഡേവിഡ് ലിവിങ്സ്റ്റനെ വളരെ അലട്ടി. അതുകൊണ്ട് അവരെ കാണാൻ വേണ്ടി അദ്ദേഹം പോകാൻ തുടങ്ങി. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു തൻ്റെ വീട്ടുകാരൊക്കെ അതിനെതിർത്ത് കാണും. പക്ഷേ സെൽഫ്ലെസ് ലവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? തൻ്റെ ആ ജോലി വിട്ട്, തൻ്റെ നാട് വിട്ട് താൻ ആഫ്രിക്കയിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. അവിടെയുള്ള ആളുകളെ തൻ്റെ ജീവൻ ബലി കഴിച്ച് താൻ അവരെ സ്നേഹിക്കാനിടയായി തീർന്നു. തൻ്റെ ജീവൻ അപകടത്തിലാണ്. കാരണം അവർ നരഭോജികളായ ആളുകളാണ്. പ്രത്യേകിച്ച് വെള്ളക്കാരനായ ഒരുവൻ അവിടെ കടന്നു വരുമ്പോൾ അവർക്ക് കൂടുതൽ അവരിൽ സൗന്ദര്യം കാണുകയോ അല്ലെങ്കിൽ അവരിൽ കൂടുതൽ ആകർഷണമാവുകയോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മാംസം കഴിക്കുവാൻ വളരെയധികം കൊതിക്കുന്നതായ ആളുകളായിരിക്കാം അവിടെയുള്ളത്. പക്ഷേ എന്താ സംഭവിച്ചത്? അദ്ദേഹം യേശുവിൻ്റെ സ്നേഹം അവരിലേക്ക് പകർന്നു കൊടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിൽ നിറച്ചതായ സ്നേഹത്തെ അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനിടയായി തീർന്നു. അപ്പോഴാണ് യഥാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ളത് ആഫ്രിക്ക തിരിച്ചറിഞ്ഞത്. നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്, ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെട്ടിരുന്ന ഡാർക്ക് കോണ്ടിനെന്റ് എന്നറിയപ്പെട്ട ആഫ്രിക്ക വെളിച്ചത്തിൻ്റെ ഒരു ആഫ്രിക്കയായിട്ട് മാറുവാനിടയായി തീർന്നു. അതെങ്ങനെയാണ്? സുവിശേഷം, ദൈവസ്നേഹം പകരപ്പെട്ടതായ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആ സ്നേഹത്തെ താൻ മറ്റുള്ളവരിലേക്ക് പകർന്നപ്പോൾ ആ ദേശം ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയുവാൻ തക്കോണം ദൈവം ഇടയാക്കി തീർത്തു. ഇത് നമ്മുടെ മുമ്പിൽ വലിയൊരു പാഠമാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം പകരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുന്നത്?
എനിക്കതിന് കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ദൈവസ്നേഹം ഉള്ളവർക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ അപവാദവും നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചതായ ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവരോട് അതെല്ലാം മറന്ന് ഇടപെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പകർന്നതായ ആ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം. നിങ്ങളുടെ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിടും കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇത് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ആത്മാവിന്റെ ഫലമായി നമ്മളിൽ ഉണ്ടാകാൻ പോകുന്ന ആ സ്വഭാവ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ആ സ്നേഹത്തെ നമ്മുടെ ഉള്ളിൽ പകരുമ്പോൾ നമ്മളിൽ ആന്തരികമായ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിച്ച് നമ്മളുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തും. മറ്റൊരു വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, ദൈവത്തിന്റെ ആ ഇഷ്ടത്തോട് അലയം ചെയ്യുവാൻ, ദൈവത്തിന്റെ ആ പ്രകൃതത്തോട് ചേരുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മെ ക്രമീകരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മളുടെ സ്വഭാവത്തെ മാറ്റുന്നു. അതേപോലെ തന്നെ ക്രിസ്തു കേന്ദ്രീകൃതവും ക്രിസ്തുവിനെ പോലുള്ളതായ ഒരു പ്രകൃതവും നമ്മളിൽ സൃഷ്ടിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ശ്രമിക്കുന്നത്. നോക്കൂ, യേശുക്രിസ്തുവിൽ നമ്മൾ എന്താ കാണുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, കൊല്ലുവാൻ കൊണ്ടുപോകുന്നതിന്റെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവനായിരുന്നു. അവൻ മറ്റുള്ളവരോട് ഭീഷണം പറയുകയോ അവർ പറഞ്ഞ വാക്കുകൾക്ക് പകരം ചോദിക്കുകയോ അവൻ ചെയ്തിട്ടില്ല. മറിച്ച് അവന്റെ കാര്യം അവൻ തൻ്റെ ദൈവത്തോട് പരിമേൽപ്പിക്കത്ര ചെയ്തെന്ന് നമുക്ക് വിശുദ്ധ വേദോസ്തത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹത്തിലേക്ക് നയിക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. അത് നിമിത്തം നമുക്ക് ഉണ്ടാകുന്ന പരിണത ഫലം എന്ന് പറയുന്നത് വി വിൽ ബിക്കം മോർ ലൈക്ക് ജീസസ്. നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതായ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. അടുത്തതായിട്ട്, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്ന നിമിത്തം നമ്മളിൽ ഫലങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഈ ഗലാത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും വായിച്ചപ്പോൾ പറഞ്ഞല്ലോ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ ഫലങ്ങൾ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സ്നേഹത്തിലാണ്. അപ്പോൾ സ്നേഹത്തിലൂടെ നമ്മുടെ ഉള്ളിൽ നിരവധി ആത്മീകമായ ഫലങ്ങൾ ഉണ്ടാകും. ഈ ഫലങ്ങൾ ഒന്നുമില്ലാത്തതായ ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്നൊക്കെ ദൈവം ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ ഫലമുള്ളവർ ആയിത്തീരണം എന്നുള്ളത്. ഈ ഫലമുള്ളവർ ആയിത്തീരണമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ? പലർക്കും അതറിയില്ല എന്താണെന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങളാണ് വെളിപ്പെട്ട് വരേണ്ടത്. അതെ, എൻ്റെ സ്നേഹം മറ്റുള്ളവരെ സ്വാധീനിക്കാനും മറ്റുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനും ഇടയായിത്തീരും. എൻ്റെ വിശ്വസ്തത, അതേപോലെ തന്നെ എൻ്റെ സൗമ്യത, എൻ്റെ ഇന്ദ്രിയജയം, എൻ്റെ താഴ്മ, ഈ ഫലങ്ങളെല്ലാം തന്നെ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതാണ് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഈ സ്നേഹം, നമ്മളിൽ പകർന്നിരിക്കുന്ന സ്നേഹം നമ്മെ അധികാരപ്പെടുത്തുന്നതായ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുത്തുന്നതായ സ്നേഹമാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ അധികാരപ്പെടുത്തൽ ഉള്ളതായ സ്നേഹം എന്ന് പറയുന്നത്, നമുക്ക് പലപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ നിൽക്കാൻ കഴിയത്തില്ല. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ജീവിതത്തിൻ്റെ വളരെ ബുദ്ധിമുട്ടേറിയ സമയം എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഞാൻ ഒരു ടെൻഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ അതേ സമയം തന്നെ സ്നേഹിക്കാനോ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലോ എനിക്ക് ഏർപ്പെടുവാൻ കഴിയത്തില്ല. അത് മാനുഷികമായി ഞാൻ എത്തുന്നതായൊരു നിഗമനമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. സാമ്പത്തികമില്ലാതിരിക്കുമ്പോൾ, ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുള്ളപ്പോൾ നമ്മൾ പറയുന്നു, എനിക്ക് ഒന്നിനും ഒരു മൂഡില്ല, എനിക്കൊന്നിനും തോന്നുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാൻ കടന്നു വരുന്നത്. നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ചെയ്യാൻ കഴിയാതിരിക്കുന്നതായ വേളകളിൽ നമ്മെ കൂടുതൽ ശക്തിയോടെ നിർത്തുവാൻ ഈ ദൈവത്തിൻ്റെ പകരപ്പെട്ട സ്നേഹത്തിന് സാധിക്കും. അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു.
അതായത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇതെല്ലാം ചെയ്യുവാൻ എന്നെ ഇടയാക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും, എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. നോക്കൂ, അടുത്തതായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ മറ്റുള്ളവരെ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വീക്ഷണങ്ങളെ, നമ്മുടെ പെർസ്പെക്റ്റീവ്സിനെ ദൈവം രൂപാന്തരപ്പെടുത്തും. നമുക്ക് ഒരുപക്ഷെ പലവിധമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കാം നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവ്സ്, നമ്മുടെ വീക്ഷണങ്ങൾ നമ്മളെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നു കഴിയുമ്പോൾ നമ്മുടെ വീക്ഷണങ്ങളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ആത്മീയമായ പ്രബോധനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാനിടയായിത്തീരും. അപ്പോൾ ഇതിൽ കൂടി എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിലേക്ക്, ദൈവവചനത്തിലേക്ക് നയിച്ച്, അതെ, നമുക്ക് എല്ലാം സാധ്യമാണ്, കർത്താവിനാൽ നമുക്ക് ഏത് പ്രശ്നങ്ങളെയും അതിജീവിപ്പാൻ സാധിക്കുമെന്നുള്ള വ്യക്തമായൊരു സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിലൂടെ നൽകുകയാണ്. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്നത്. നമ്മെ നയിക്കുന്നു. എവിടേക്ക് നയിക്കുന്നു? അതേ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ടിരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം നിർത്താതെ, പരിശുദ്ധാത്മാവിനെ അവഗണിച്ചു പോകാതെ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾക്ക് അനുസരണ കാണിപ്പാൻ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ, അതേ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പെർസ്പെക്റ്റീവ്സ് മാറും, വീക്ഷണങ്ങൾ മാറും. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർക്കും. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണം, പ്രാർത്ഥനയും ഇന്ന് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലുണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വാസ്തവമായിട്ട് ആ ദൈവിക സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുവാനും, അതേ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് സ്നേഹത്തിലേക്ക് നയിക്കുമ്പോൾ ഞങ്ങളും ആ സ്നേഹത്തിൽ ദൈവത്താൽ രൂപാന്തരപ്പെട്ട് അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് രൂപാന്തരപ്പെടുത്തും. നിങ്ങൾ നോക്കുന്നതായ കാര്യങ്ങളല്ല നിങ്ങളിൽ സ്വാധീനം ചെയ്യാൻ പോകുന്നത്, മറിച്ച് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾക്ക് അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.